Hello students, let us consider the next topic from module 2, that is parallel communication standards. Parallel bus interconnects input-output devices and peripherals over very short distances and at high speed as per the protocol. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സീരിയൽ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ പ്രോട്ടോക്കോൾസും. അപ്പോൾ നൗ വി ആർ ടു സീ ദ പാരലൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇവിടെ പാരലൽ ബസ് എന്ന് പറയുന്നത് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് പെരിഫറൽസിനെ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെരി ഷോർട്ട് ഡിസ്റ്റൻസും ഹൈ സ്പീഡിന് ആപ്ലിക്കേഷൻസിനുമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പാരലൽ ബസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ പാരലൽ ബസ് കണക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ദ ഫിഗർ എ ആൻഡ് ഫിഗർ ബി ഉണ്ട്. അപ്പോൾ ഫിഗർ എ എന്ന് പറയുന്നത് പ്രൊസസ്സർ ഓഫ് എംബെഡഡ് സിസ്റ്റം കണക്റ്റഡ് ടു സിസ്റ്റം മെമ്മറി ബസ് ആൻഡ് നെറ്റ്വർക്ക്ഡ് ടു അതർ സബ് സിസ്റ്റംസ് ത്രൂ എ പാരലൽ ബസ് യൂസിങ് PCI. ഓക്കെ, അപ്പോൾ ഫിഗർ എ കാണിക്കുന്നത് പാരലൽ ബസ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ദെൻ ഫിഗർ ബി എന്ന് പറയുന്നത് AMBA ദാറ്റ് ഈസ് APB ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടുള്ള കണക്ഷനാണ്. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. AMBA എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിഗർ എ ആണ് നമുക്ക് മെയിൻലി കൺസേൺ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് പ്രൊസസ്സർ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഇവിടെ RAM, ROM, ദെൻ അഡ്രസ് ബസ്, ഡേറ്റ ബസ്, കൺട്രോൾ ബസ് അതെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ PCI ബസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് LAN ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക് ഇൻ്റർഫേസ് ത്രൂ, അതായത് ഈ ഒരു ലാനിലേക്ക് കണക്ട് ചെയ്യാൻ LAN ഇൻ്റർഫേസ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രാഫിക് കൺട്രോളർ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഗ്രാഫിക് ഇൻ്റർഫേസ് ത്രൂ ആണ് കണക്ട് ചെയ്യുന്നത്. ദെൻ SSI കൺട്രോളറിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പാൻഷൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു PCI ബ്രിഡ്ജ് വഴി PCI ബസ് വഴിയാണ് ഇത് കണക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഫിഗർ ബി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഹൈ സ്പീഡ് മെമ്മറി ബസ്സും ലോ സ്പീഡ്, അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതായത് സ്പീഡിൽ വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ബസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫിഗർ ബി. Now let us consider the first standard, that is ISA bus used in IBM standard architecture. It connects only to an embedded device that has an 8086 or 80186 or 80286 processor. ISA bus memory accesses can be in two ranges, 640 to 1 megabyte and 15 to 16 megabyte. അപ്പോൾ ഇവിടെ നമുക്ക് ISA ബസ് എന്ന് പറയുന്നത് IBM സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്നത് അത് ഒരു എംബെഡഡ് ഡിവൈസ് കണക്ട് ചെയ്യുന്നത് പ്രൊസസ്സർ 8086 അല്ലെങ്കിൽ 80186 അല്ലെങ്കിൽ 80286 ഈ പ്രൊസസ്സേഴ്സുള്ള എംബെഡഡ് ഡിവൈസിന് മാത്രമേ ഈ ഒരു ISA ബസ് കണക്ട് ചെയ്യാൻ പറ്റൂ. ആൻഡ് ആക്സസ് എന്ന് പറയുന്നത് മെമ്മറി റേഞ്ച് എന്ന് പറയുന്നത് 640 to 1 megabyte ആൻഡ് 15 to 16 megabyte വരെ റേഞ്ച് പോസിബിൾ ആണ്. Then 8086 and 80286 processor has input-output mapped input outputs and that is not memory mapped input output. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് 8086 ആയാലും 80186 ആയാലും 80286 ആയാലും ഇവിടെ യൂസ് ചെയ്യുന്നത് that is input output mapped input output ആണ്. ഓക്കെ, അപ്പോൾ മെമ്മറി മാപ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ല. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്ഡ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ആക്സസ് ചെയ്യുന്നത്. Then IBM PC configuration ignores the address lines A10 to A15 and these are not decoded. Therefore, only 1024 input-output port addresses are available. Okay, അപ്പോൾ ഇവിടെ ഈ ഒരു കോൺഫിഗറേഷൻ പ്രകാരം അഡ്രസ് ലൈൻസ് A10 മുതൽ A15 വരെ അത് കൺസിഡർ ചെയ്യുന്നില്ല, അപ്പോൾ ഇഗ്നോർ ചെയ്യാണ്. ആൻഡ് ഡീകോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 1024 ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ് പോർട്ട് അഡ്രസ്സസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. Let us see the addresses allocated in ISA. ഇപ്പോൾ ഇവിടെ നമുക്ക് അതായത് ഒരു അഡ്രസ് റേഞ്ച് ഉണ്ട്. സോ ഇത് ഹെക്സാഡെസിമലിലാണ് റേഞ്ച് ഉള്ളത്. അപ്പോൾ ഇവിടെ 0x000 to 0x00F അത് നമ്മൾ ഹെക്സാഡെസിമലിൽ കാണിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ അതിൻ്റെ അത് അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിരിക്കുന്നത് DMA ചിപ്പിന് വേണ്ടിയാണ്. ദാറ്റ് ഇസ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചിപ്പാണ് 8237. ഓക്കെ, ദെൻ 0202 021. ഓക്കെ, that is for programmable interrupt controller 8259. Then 060 to 063 for parallel port programmable parallel interface, that is 8255. Then we have the different, അതായത് മദർബോർഡിൽ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി 080 to 083, 0A0 to 0A5 AAF, then 0C0 to 0CF, 0E0 to 0EF. Okay, these are for the components on the motherboard. Then 2F8 to 2FF and 3F8 to 3FF for IBM COM ports. Then we have 320 to 32F for hard disk, 3F0 to 3F7 for floppy disk. Then 32 addresses between 0300 and 31F for prototype card. Then 380 to 389, 3A0 to 3A9 for synchronous communication. 380 to 38C are for SDLC addresses. Then 380 to 3A8F are for the display monitor ports. അപ്പോൾ ഇത്രയാണ് അഡ്രസ്സസ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. And there is limited availability of interrupt vectors in the IBM PC 8086 family. Only 256 vectors are available. So interrupt service functions are shared at the software level. EISA bus is a 32-bit extension of ISA. It supports the sharing of interrupt functions, SCI controller and Ethernet devices. Unix and Linux support EISA bus driven cards and devices. അപ്പോൾ ഇവിടെ IBM PC, അതായത് 8086 വെച്ച് ഫാമിലിയുള്ള IBM PC ആണെങ്കിൽ അവിടെ ലിമിറ്റഡ് ഇൻട്രപ്റ്റ് വെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 256 വെക്ടേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻട്രപ്റ്റ് സർവീസ് ഫങ്ഷൻസ്, അതായത് ഇൻട്രപ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് അത് സോഫ്റ്റ്വെയർ ലെവലിലാണ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ദെൻ EISA ബസ് എന്ന് പറയുന്നത് ISAൻ്റെ എക്സ്റ്റൻഷനാണ്, 32-ബിറ്റ് എക്സ്റ്റൻഷനാണ് ISAൻ്റെ. ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട്സ് ദ ഷെയറിംഗ് ഓഫ് ഇൻട്രപ്റ്റ് ഫങ്ഷൻസ് ഷെയർ ചെയ്യാം. ദെൻ SCI കൺട്രോളർ, ഓക്കെ, അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈഥർനെറ്റ് ഡിവൈസസ്. ദെൻ യുണിക്സ് ആൻഡ് ലിനക്സ് സപ്പോർട്ട് ദ EISA ബസ് ഡ്രിവൻ കാർഡ്സ്, അതായത് EISA ബസ് യൂസ് ചെയ്തിട്ടുള്ള കാർഡ്സും അതുപോലെ തന്നെ ഡ്രൈവ്സ് ഡിവൈസസുമാണ് ലിനക്സും യൂണിക്സും സപ്പോർട്ട് ചെയ്യുന്നത്. So this is about ISA, that is the parallel communication standard.